Dear students, good morning to all. Welcome to social science class. Okay, our previous class we discussed the chapter the river valley civilizations. In that chapter we completed some of the river valley civilization. First one, Mesopotamian civilization, Harappan civilization, Egyptian civilization, Chinese civilizations. We all completed these 4 civilizations. After we going to the next chapter, in search of Earth's secret. In search of Earth's secrets. What is the meaning? In search, we searching something. The Earth's secret. This was the topic of this chapter. We searching some of the interesting facts of Earth interior. In this chapter, the 3rd chapter of our social science, we discussing some of the important information about the interior of the earth. Okay, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. 3ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ പേര് ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് അല്ലേ? എന്താ അതിൻ്റെ മീനിങ്? ഇൻ സെർച്ച്, നമ്മൾ സെർച്ച് ചെയ്യുകയാണ്, നമ്മൾ തേടുകയാണ്. എന്ത് തേടുന്നു? ദ എർത്ത് സീക്രറ്റ്സ്, ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂമിയിലെ രഹസ്യങ്ങൾ, സീക്രറ്റ്സ്, രഹസ്യങ്ങളെ തേടുകയാണ്. അപ്പോൾ ഭൂമിയിലെ രഹസ്യങ്ങളെ തേടി അല്ലെങ്കിൽ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭൗമരഹസ്യങ്ങൾ തേടി, ഭൂമിയിലെ രഹസ്യങ്ങൾ. എന്തൊക്കെയായിരിക്കും ഭൂമിയിലുള്ള രഹസ്യങ്ങൾ? നിങ്ങളറിയാത്ത, നിങ്ങൾ പഠിക്കേണ്ട ഭൂമിയെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം. അതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ബഹിരാകാശത്തെക്കുറിച്ച്, സ്പേസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്, പഴയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ സ്പേസസിനെ കുറിച്ച് അല്ലെ, പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശൂന്യാകാശത്തെക്കുറിച്ച്, അവിടെയുള്ള സെലസ്റ്റ്യൽ ബോഡീസിനെ കുറിച്ച്, പ്ലാനറ്റ്സിനെ കുറിച്ച് അല്ലെ, ഗ്രഹങ്ങളെക്കുറിച്ച് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ഭൂമിയുടെ ഉള്ളിലോട്ട് അല്ലേ, സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഭൂമി അല്ലേ, ആ ഭൂമിയുടെ മുകൾ ഭാഗമുള്ള സ്പേസ് അല്ലേ, ശൂന്യാകാശം അല്ലെങ്കിൽ ആകാശത്തിന് മുകളിലായിട്ടുള്ളത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെയുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ക്ലാസ്സിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച്, ഭൂമിയുടെ ഉള്ളിലോട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. ഈ ചാപ്റ്റർ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നു ഭൂമിയുടെ ഉള്ളിലോട്ട്. ഭൂമിയെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട്, നമ്മളൊരു ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കഷ്ണം കണ്ട് മുറിക്കുകയാണ് അല്ലേ? ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അല്ലേ, ഒരു ഗോളാകൃതിയാണ് ഭൂമി എന്ന് പറയുന്നത്. ആ ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റ കട്ട് ചെയ്യുന്നു, മുറിക്കുന്നു. ഭൂമിയെ നമ്മൾ മുറിക്കുന്നു. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? വാട്ട് ആർ ദ ഫാക്ട്സ് ഓർ വാട്ട് ആർ ദ സീക്രറ്റ്സ് ഇൻസൈഡ് ദ എർത്ത്? ഭൂമിക്കുള്ളിൽ എന്തൊക്കെ സീക്രട്ടുകളാണ് നമുക്കുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഭൂമിയുടെ ഉള്ളിലോട്ട് യാത്ര ചെയ്യുകയാണ്. അതാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു ജേർണലിസ്റ്റ്, ഒരു നോവലിസ്റ്റായി ജേർണലിസ്റ്റ്, ഒരു എഴുത്തുകാരൻ, അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോൾഡ് മൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണ ഖനികൾ അല്ലേ?
നമുക്കറിയാം സ്വർണ്ണഖനികളുടെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ ഉള്ളിലോട്ട് കുഴിച്ചിട്ട്, ഭൂമി കുഴിച്ച് എത്രയോ താഴെ കുഴിച്ചിട്ടാണ് എന്തെടുക്കുന്നത്? സ്വർണം കുഴിച്ചെടുക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉണ്ട് സ്വർണ്ണഖനികൾ. അപ്പോൾ ഈ സ്വർണ്ണഖനികളിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവലേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ്, ഒരു ഡിസ്ക്രിപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് വായിക്കാം. ഓക്കെ, നോക്കൂ എന്താണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ, ആ ജേർണലിസ്റ്റിൻ്റെ, ആ ഒരു എഴുത്തുകാരൻ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ജേർണലിസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഗോൾഡ് മൈനിലോട്ട് അദ്ദേഹം പോയിട്ടുള്ള, സ്വർണ്ണഖനിയിലോട്ട് അദ്ദേഹം പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ്. വെസ്റ്റേണേറിയ ഈസ് എ സ്മോൾ ടൗൺ സിറ്റുവേറ്റഡ് to the south-west of Johannesburg in South Africa. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൗണാണ്, ഒരു സ്മോൾ ടൗണാണ് ഏത്? വെസ്റ്റേണേറിയ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ വെസ്റ്റേണേറിയ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദി ജോഹന്നാസ്ബർഗ് ഇൻ ദി സൗത്ത് ആഫ്രിക്ക. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് വെസ്റ്റേണേറിയ എന്ന് പറയുന്ന ആ സ്മോൾ ടൗൺ ഉള്ളത്. ദ പെനാങ് ഗോൾഡ് മൈൻ ഈസ് നിയർ ടു ഇറ്റ്. പെനാങ് ഗോൾഡ് മൈൻ അണ്ടർലൈൻ ചെയ്യുക. പെനാങ് ഗോൾഡ് മൈൻ എന്ന് പറയുന്ന പെനാങ് സ്വർണ്ണഖനി, ഇറ്റ് വാസ് നിയർ ടു ഇറ്റ്, അതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ പെനാങ് ഗോൾഡ് മൈൻ എവിടെയാണ്? വെസ്റ്റേണേറിയയിലാണ്, സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേണേറിയയിലാണ്. I have been in this town for the past 3 days. അല്ലേ, ഞാൻ 3 ദിവസങ്ങളായിട്ട് ഞാൻ ഈ ടൗണിലുണ്ട്. പേഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമയോടെ അല്ലെങ്കിൽ ക്ഷമാപനായിട്ട്. അവൈറ്റിംഗ് ദ പെർമിഷൻ ടു വിസിറ്റ് ദ മൈൻ. ആ മൈൻ, ആ ഒരു സ്വർണ്ണഖനി വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷന് കിട്ടാനും വേണ്ടി ഞാൻ 3 ദിവസമായിട്ട് ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ഈ ടൗണിൽ. അറ്റ് ലാസ്റ്റ്, അങ്ങനെ അവസാനം, വെൻ ഐ വാസ് അബൌട്ട് ടു ഫ്ലൈ ബാക്ക്, ഗിവിങ് അപ്പ് ദ ഐഡിയ ഓഫ് പ്രിപ്പയറിങ് എ ഫ്യൂച്ചർ ഓൺ ദി മൈൻ. അപ്പോൾ ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളത്? പ്രിപ്പയറിങ് എ ഫ്യൂച്ചർ ഓൺ ദി മൈൻ. ആ ഖനിയെക്കുറിച്ച്, ആ ഖനിയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ എഴുതാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വെൻ ഐ വാസ് അബൌട്ട് ടു ഫ്ലൈ ബാക്ക്. അപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് പെർമിഷനൊന്നും ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അറ്റ് ദാറ്റ് ടൈം ഐ റിസീവ്ഡ് എ ഫോൺ കോൾ. ആ സമയത്താണ് എനിക്ക് വരുന്നത്? ഒരു ഫോൺ കോൾ വരുന്നത്. ഫ്രം ദ മാനേജർ ഓഫ് ദി മൈൻ. ആ ഖനിയുടെ മാനേജറാണ് എന്നെ വിളിക്കുന്നത്. ഹി സൈഡ്, അദ്ദേഹം പറഞ്ഞു, ഗെറ്റ് എ ടാക്സി ആൻഡ് റീച്ച് ദ മൈൻ ഇമ്മീഡിയറ്റ്ലി. ഒരു ടാക്സി വിളിക്കൂ, എന്നിട്ട് എത്രയും പെട്ടെന്ന് മൈനിലോട്ട് വരൂ. അല്ലേ, ഗെറ്റ് എ ടാക്സി ആൻഡ് റീച്ച് മൈൻസ്. ഓക്കെ, റീച്ച് ദ മൈൻ ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആ ജേർണലിസ്റ്റ് ഭയങ്കര സന്തോഷമായിരിക്കും. ഐ റഷ്ഡ്, ഞാൻ വളരെ തിടുക്കത്തിൽ, ടു ദി വണ്ടർ വേൾഡ് അറ്റ് വൺസ്. ഞാൻ ആ വണ്ടർ വേൾഡിലോട്ട്, ആ അത്ഭുത ലോകത്തിലോട്ട് എത്താനും വേണ്ടി ഞാൻ തിരക്ക് കൂട്ടി. ഇമാജിൻ, ആ ലോകം എന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണഖനിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇമാജിൻ 10 എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്സ്, ഈച്ച് 103 സ്റ്റോറീസ്, ഹൈ കെപ്റ്റ് വൺ ഓവർ ദി അതർ. ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ദി പെനാങ് ഗോൾഡ് മൈൻ. ആ പെനാങ് ഗോൾഡ് മൈൻ്റെ ഒരു ആഴം ആണ് പറയുന്നത്. ഗോൾഡ് കുഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്, ഇല്ലേ, ഭൂമിയിൽ നിന്ന് കുഴിച്ച് താഴോട്ടാണ് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു ആഴമാണ് പറയുന്നത്. ഏകദേശം 103 സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ, അതായത് 103 നിലയുള്ള വലിയ ബിൽഡിങ്. 103 നില എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇനി 103, നമ്മൾ 2 നിലയാണ് നമ്മുടെ വീടൊക്കെ, അതേ മാറ്റം 103 നിലയുള്ള സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ
എന്ത് ഒന്നിനു മേലെ ഒന്നായിട്ട് വെച്ച് അങ്ങനെ 10 ബിൽഡിങ്ങുകൾ 10 ബിൽഡിങ്ങുകൾ വെച്ചാൽ ഉള്ള ആഴമുണ്ട് എന്തിന്? ആ ഒരു പെനാങ്ക് ഗോൾഡ് മൈനിന്. അപ്പോൾ 103 നിലയുള്ള ഒരു ബിൽഡിങ് അതേപോലെ 10 അട്ടിക്ക് വെക്കുക. അപ്പോൾ എത്ര ഉയരം ഉണ്ടാവുമോ? അത്രയും ആഴമുണ്ട് എന്തിന്? പെനാങ്ക് ഗോൾഡ് മൈനിന്. ഓക്കെ, അപ്പം അതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദ സെക്യൂരിറ്റി ഓഫീസർ ഗേവ് മീ ദ ഓക്സി ബോക്സ്. ആ സെക്യൂരിറ്റി അവിടെയുള്ള അങ്ങനെ ഗോൾഡ് മൈനിലെത്തി, ആ ജേർണലിസ്റ്റ് ഗോൾഡ് മൈനിലെത്തി. ദ സെക്യൂരിറ്റി ഓഫീസർ, അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസർ ഗേവ് മീ ദ ഓക്സി ബോക്സ്. അദ്ദേഹം എനിക്കൊരു ഓക്സി ബോക്സ് തന്നു. എന്താ ഓക്സി ബോക്സ്? ഓക്സി ബോക്സ് എ ലൈഫ് സേവിങ് ഇൻസ്ട്രുമെൻറ്റ് ടു പ്രൊട്ടക്ട് മീ ഫ്രം ദ പോയിസണസ് ഗ്യാസസ് ഫ്രം ദി എർത്ത്സ് ഇൻറ്റീരിയർ. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വമിക്കുന്ന ഗ്യാസുകൾ ഉണ്ടാവില്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിസണിങ് ഗ്യാസുകൾ ഉണ്ടാവും അല്ലേ, വിഷവാതകങ്ങൾ ഉണ്ടാവും. ആ വിഷവാതകങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു ലൈഫ് സേവിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? ഓക്സി ബോക്സ്. അപ്പോൾ സെക്യൂരിറ്റി അത് ഇദ്ദേഹത്തിന് നൽകുകയുണ്ടായി. എ ഹെൽമെറ്റ് വിത്ത് ടോർച്ച്, അതേപോലെ ഒരു ടോർച്ചുള്ള ഒരു ഹെൽമെറ്റും നൽകി. ആൻഡ് എ പ്രൊട്ടക്റ്റീവ് കോട്ട്, ഒരു സംരക്ഷണമുള്ള ഒരു കോട്ടും നൽകി. ടു പ്രിവെൻറ്റ് ദ ഹീറ്റ്, ചൂട് ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്താണ്? ചൂട് ഉണ്ടാവും, നല്ല ചൂട് ഇങ്ങനെ കൂടി വരികയാണ് ഉണ്ടാവുക. അപ്പോൾ എ പ്രൊട്ടക്റ്റീവ് കോട്ട് ടു പ്രിവെൻറ്റ് ഹീറ്റ്. ഹി എക്സ്പ്ലൈൻഡ് ഹൗ ടു വിയർ ദം. അങ്ങനെ അദ്ദേഹം വിശദീകരിച്ച് കൊടുക്കുന്നു ആ കോട്ട് എങ്ങനെ ധരിക്കേണ്ടത് എന്നുള്ളത്. ദ ഡൗൺവേർഡ് ജേണി, ആ താഴോട്ടുള്ള യാത്ര. ജേണി എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര. ദ ഡൗൺവേർഡ് ജേണി, താഴോട്ട്, ഭൂമിയുടെ താഴോട്ടുള്ള യാത്ര. വാസ് ഇൻ ആൻ എലവേറ്റർ കാർ, ഒരു എലവേറ്റർ കാറിലായിരുന്നു. എലവേറ്റർ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാഹനം, അതാണ് എലവേറ്റർ കാർ. ഓക്കെ, എ വെഹിക്കിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് അബൌട്ട് 100 പീപ്പിൾ, ഏകദേശം 100 ആളുകളെ കൊള്ളുന്ന ഒരു എലവേറ്റർ കാറിലായിരുന്നു. എലവേറ്റർ കാർ നമ്മൾ ഒരു ലിഫ്റ്റൊക്കെ ഇല്ലേ, ലിഫ്റ്റ് അതേപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ താഴോട്ടുള്ള യാത്ര ആ ലിഫ്റ്റിലായിരുന്നു, ഒരു എലവേറ്റർ കാറിലായിരുന്നു. ഏകദേശം 100 കണക്കിന് ആളുകളെ കൊള്ളിക്കുന്ന ഒരു കാറായിരുന്നു അത്. ആസ് വി ഡിസെൻഡഡ്, ഞാൻ താഴോട്ട് ഇങ്ങനെ ഡിസെൻഡഡ് എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്, അവിടെ എന്താകുന്നു? ടെമ്പറേച്ചർ താഴോട്ട് പോകുന്തോറും, ആസ് വി ഡീസെൻഡഡ്, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്തോറും ദ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്, താപം കൂടാൻ തുടങ്ങി. ആൻഡ് ഇയേഴ്സ്, എൻ്റെ ചെവികൾ എന്ത്? ക്ലോഗ്ഡ്, അത് അടയാൻ തുടങ്ങി. ഡ്യൂ ടു പ്രഷർ വേരിയേഷൻ, മർദ്ദം മൂലം, മർദ്ദത്തിൻ്റെ വ്യതിയാനം മൂലം എൻ്റെ ചെവികളൊക്കെ അടയാൻ തുടങ്ങി. ദ ഓൺലി സോയ്സ്, അല്ലേ, ആകെയുള്ള ഉറവിടം ഓഫ് ലൈറ്റ്. ഓക്കെ, ആകെയുള്ള ലൈറ്റിൻ്റെ ഒരു ഉറവിടം എന്ന വാസ് ദ വൺ ഓഫ് ദ സീലിംഗ് ഓഫ് ദി എലവേറ്റർ, ആ എലവേറ്ററിൻ്റെ സീലിങ്ങുള്ള ലൈറ്റ് മാത്രമായി. അപ്പം ഉള്ളിലോട്ട് പോകുന്തോറും ഇരുട്ട് കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, ഇയേഴ്സ്, അല്ലേ, ചെവികൾ അടയുന്നു. എന്തുകൊണ്ടാണ് ചെവികൾ അടയുന്നത്? ഡ്യൂ ടു പ്രഷർ വേരിയേഷൻ, അല്ലേ, മർദ്ദം മൂലം, പ്രഷർ ഉണ്ടായതുകൊണ്ട് ചെവികൾ അടയുന്നു. ആൻഡ് വിത്ത് 1000 ക്യൂരിയസ് തോട്ട്സ് ഐ ഡിസെൻഡഡ് ഇൻ ടു ദി വണ്ടർ വേൾഡ് ഓഫ് മൈൻഡ്സ്, അല്ലേ, 1000 ആകാംക്ഷയുള്ള ക്യൂരിയസ് തോട്ട്സ്, ആകാംക്ഷയുള്ള ചിന്തകൾ കൊണ്ട് ഞാൻ ആ ഭൂമിയുടെ അടിയിലോട്ട്, മൈനിൻ്റെ ആ ഒരു സ്വർണ്ണഖനിയുടെ താഴിലോട്ട് ഞാനിങ്ങനെ ആ ഒരു അത്ഭുത ലോകത്തിലോട്ട് ഞാനിങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നു. ഇറ്റ് വാസ് ദ സ്റ്റോറി ഓർ ദ എക്സ്പീരിയൻസ് ഓഫ് എ ജേർണലിസ്റ്റ് ഇൻ എ വെസ്റ്റനോറിയ ഗോൾഡ് മൈൻ. ഒരു വെസ്റ്ററോണിയ ഗോൾഡ് മൈനിലുള്ള നടത്തിയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ.